Assalamualaikum, welcome back to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ബോണ്ടയാണ്. സോ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക, 4 സൈഡും. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമ്മളൊരു പാനിൽ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ഇതിലേക്ക് ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. നിങ്ങളെ പാകത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഓണിയനിലോട്ട് നമ്മൾ ഈ ഗാർലിക് ജിഞ്ചർ പേസ്റ്റും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പേസ്റ്റാണ് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഗ്രീൻ ചില്ലി വെറുതെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല ഒക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ സ്മാഷ്ഡ് പൊട്ടറ്റോ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. സ്മാഷ്ഡ് പൊട്ടറ്റോ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. നമ്മുടെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം നമ്മളൊന്ന് ഉടച്ച് വെച്ചതാണ് ഈ സ്മാഷ്ഡ് പൊട്ടറ്റോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പുതിനയിലും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടലമാവും അതിൽ ഇതുപോലെ കുറച്ച് വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എന്താ പറയുക, ഒരു ലിക്വിഡ് ഫോമിലോട്ട് ആക്കുക. ഭയങ്കര കട്ടിയാവരുത്, ഭയങ്കര ലിക്വിഡ് ആവരുത്, ആ ഒരു ടൈപ്പ് ആക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മസാലയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ബ്രെഡ് ഇങ്ങനെ പൊടിച്ചിട്ട് ഇടാം. നല്ല ഇങ്ങനെ പൊടിയാക്കണമെന്നൊന്നുമില്ല, കുറച്ചിത്തിരി വലിയ പീസായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, വലുതിട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ കുറച്ചൊരു എന്താ പറയുക, വട്ടം പോലെ വേണം. നല്ല അങ്ങ് പരത്തണം എന്നൊന്നുമില്ല. കട്ട്ലേറ്റ് ഒന്നും ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് പരത്തൊന്നും വേണ്ട. കുറച്ചൊരു എന്താ പറയുക, ഉണ്ടായിട്ടല്ല ഉണ്ടാവുക ബോണ്ട. അപ്പോൾ അതുപോലെ ആക്കുക. അപ്പോൾ നമുക്ക് ബോണ്ട പൊരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു പാനിൽ ആദ്യം ഓയിൽ ചൂടാക്കാൻ വെക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മീഡിയം ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് കടലമാവിൽ മുക്കിയിട്ട് ഇതുപോലെ പൊരിക്കാൻ വെക്കുക. ഏതാണ്ട് ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഭയങ്കര സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. സോ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് പ്രസ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. അസ്സലാമു അലൈക്കും.